അപ്പോൾ നമ്മുടെ യാത്ര ഇങ്ങനെ തുടരുകയാണ്. ആ യാത്രക്കിടയിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനം സഞ്ജു സാംസൺ നമ്മുടെ യാത്രയിൽ ശരിയാണ്. സഞ്ജു, ഞങ്ങളിപ്പോൾ ഏതാണ്ട് ഒരു 10-15 ദിവസമായി. അപ്പം നമ്മൾ ഒരുപാട് പാഠങ്ങൾ ഈ യാത്രയിൽ നമുക്ക് കിട്ടി. സാധാരണ രീതിയിൽ നമ്മൾ പറയും ക്രിക്കറ്റ് പണക്കാരുടെ കളിയാണെന്ന്. പക്ഷെ ഞങ്ങൾ കണ്ട ജീവിതങ്ങളെല്ലാം വളരെ പ്രയാസപ്പെട്ടും കഷ്ടപ്പെട്ടും വന്ന ആളുകൾ ക്രിക്കറ്റിലേക്ക് എത്തുന്നതാണ്. വലിയൊരു മാറ്റം ഞങ്ങളുടെ മനസ്സിലുണ്ടായി ഈ യാത്രയിൽ. വലിയൊരു അഭിമാനം തോന്നുന്നതാണ്. എന്താണ് സഞ്ജുവിന് ക്രിക്കറ്റിന് സാധാരണ ഫുട്ബോളിന് വലിയ പ്രൊമോഷനൊക്കെ നടക്കാറുണ്ട് സാധാരണ രീതിയിൽ, പക്ഷേ ക്രിക്കറ്റിന് ഇങ്ങനെ ഒരു യാത്ര പക്ഷേ ആദ്യത്തെ ഒരു അറ്റംപ്റ്റ് കൂടിയാണ്. അതെ, വലിയൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് കേൾക്കുന്നത്. ഇത്രയും ക്രിക്കറ്റിന് വേണ്ടി മാത്രം ഇത്രയും നല്ല ഒരു യാത്രയും ഇത്രയും ആൾക്കാരെ പരിചയപ്പെടുകയും പിന്നെ ക്രിക്കറ്റ് എന്ന് പറയുന്ന ഈ സക്സസ് ആയ ആൾക്കാർ കുറവേ ഉള്ളൂ. പക്ഷേ റിയൽ കഥകൾ അത് ആ ഡ്രീംസിലൂടെ എത്താൻ പറ്റാത്ത ഒരു കുറേ കഥകളുണ്ടാവും. അപ്പോൾ അത് നാട്ടുകാരിലോട്ട് എത്തിക്കുന്നത് വലിയൊരു സംഭവമാണ്. കൊള്ളാം. എന്താണ് KCLലേക്ക് വരുന്ന സമയത്ത് ഞങ്ങൾ ഇത്തവണ സഞ്ജുവിനെ പ്രതീക്ഷിച്ചിരുന്നു ഉണ്ടായേക്കുമെന്ന്. ചെറിയൊരു ഗ്യാപ്പ് എടുത്തതാണ്. ഉണ്ട്. ഞാൻ എന്തായാലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, കളിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ടീമിനോട് എല്ലാ ടീംസിൻ്റെ കൂടെ കഴിഞ്ഞ പ്രാവശ്യം ഒരു ടീമിനെ മാത്രമേ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷേ ഇപ്രാവശ്യം എല്ലാ 6 ടീമിനെ സപ്പോർട്ട് ചെയ്യലും സപ്പോർട്ട് സ്റ്റാഫിൻ്റെ കൂടെ അവർക്ക് എന്തായാലും ഒരു ബാക്കിലൊരു ആളായിട്ടുണ്ട് എന്നുള്ളൊരു സംഭവമാണ്. പിന്നെ കളിയാകുമ്പോൾ കുറേ നല്ല മാച്ചസും നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ഇയർ ഫുള്ള് പ്ലാൻ ചെയ്യണമല്ലോ. നമുക്ക് എപ്പോൾ മാച്ചസ് കളിക്കണം, എപ്പോൾ ട്രെയിനിങ് ചെയ്യണം. അപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ട്രെയിനിങ്ങിനുള്ളൊരു വിൻഡോ കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് നല്ല രീതിയിൽ ട്രെയിനിങ് ചെയ്യാം, അടുത്ത സീസൺ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാമെന്നുള്ളൊരു ഗ്യാപ്പ് ഫീൽ ചെയ്യുകൊണ്ടാണ് ആ ഒരു ഗ്യാപ്പ് എടുത്തത്. അപ്പോൾ അടുത്ത സീസൺ തൊട്ട് സഞ്ജു സാംസൺ KCLൽ നിരന്തരം ഉണ്ടാകും. ഉറപ്പായിട്ടും എല്ലാം സീസണും കളിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പിന്നെ പക്ഷെ നമുക്ക് ഓരോരോ വർഷങ്ങളായിട്ട് തീരുമാനിക്കാമെന്നാണ്. എല്ലാ മാച്ചസ് ഓരോ വർഷം മിസ് ചെയ്യുമ്പോഴും അയ്യോ ആ ഒരു വർഷം മിസ്സായിപ്പോ എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. പക്ഷേ ചിലപ്പോൾ നമ്മുടെ ലൈഫിലെല്ലാം സന്തോഷമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് ഹാർഡായിട്ടുള്ള കോൾസും കൂടെ എടുക്കണം. അപ്പോൾ KCL കളിക്കാതിരിക്കണം എനിക്ക് വിഷമമാണ്. കാരണം എൻ്റെ കൂട്ടുകാരും എൻ്റെ ചേട്ടനും എല്ലാവരും കളിക്കുന്ന ഒരു ടൂർണമെൻറ്റ് ഇനി കളിക്കാൻ പറ്റാത്തത് ചെറിയ വിഷമമാണ്. പക്ഷേ ആ ഒരു സമയത്ത് നമുക്ക് ചില ഡിസിഷൻസ് എടുക്കേണ്ടി വരും. അതിനാണ് ഇത് എടുത്തത്. ഇപ്പോൾ കഴിഞ്ഞ മുന്നിലത്തെ തവണ KCL നമുക്ക് വിഘ്നേഷ് പുത്തൂരിന് IPLലേക്ക് കിട്ടി. കഴിഞ്ഞ തവണ പക്ഷേ നമുക്ക് പ്രത്യക്ഷത്തിൽ അങ്ങനെ ആരും വന്നില്ല, പക്ഷേ വലിയ പെർഫോമൻസ് ഉണ്ടായിരുന്നു. ഇത്തവണ സഞ്ജുവിൻ്റെ ഒരു പ്രതീക്ഷ എന്താണ്? നമ്മൾ KCL കഴിയുന്നതോടുകൂടി നമ്മളെ കേരളത്തിൽ നിന്ന് ഒരുപാട് താരങ്ങൾ നമുക്ക് വലിയ വേദികളിൽ കാണേണ്ടി വരും. ഉറപ്പായിട്ടും ഇപ്പം തന്നെ കഴിഞ്ഞ വർഷം തന്നെ കുറച്ചുകൂടെ നല്ല ആൾക്കാർ ട്രയൽസിൽ പോവുകയും കുറേ ആൾക്കാർ കണ്ണ് വയ്ക്കുന്നുണ്ടായിരുന്നു KCL കളിക്കുന്ന പ്ലേയേഴ്സിന്. അപ്പോൾ വലിയൊരു പ്ലാറ്റ്ഫോം തന്നെയാണ്. കുറേ ആൾക്കാർ കാണുന്നുണ്ട്. കേരള ക്രിക്കറ്റിൻ്റെ ടാലൻറ്റ് നല്ല രീതിയിൽ പുറത്ത് വരുന്നുണ്ട്. നേരത്തെ ആണെങ്കിൽ മുഷ്താഖ് അലി എന്നുള്ള ടൂർണമെൻറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോഴെന്ന് വെച്ചാൽ ഒരു 10 കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു മാച്ചസും സ്റ്റാർ സ്പോർട്സിലെ ടെലികാസ്റ്റും കൂടെ ചെയ്യുന്നത് വെച്ചാൽ വലിയൊരു വിഷയം തന്നെയാണ്. നാട്ടുകാർക്കും ഇപ്പോൾ കാണുന്നത് വലിയൊരു പോസിറ്റീവ് എഡീഷനായിട്ടാണ് ഞാൻ കാണുന്നത് KCLനെ. കാരണം എന്താ വെച്ചാൽ അത്രയും നേരത്തെ എന്ന് വെച്ചാൽ ഒരു 15 പ്ലേയേഴ്സിനെ കേരള റിപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോഴേ ഒരു സക്സസ് എല്ലാവരും ഫീൽ ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇപ്പോഴെന്ന് വെച്ചാൽ ഒരു 10, 80, 100ഓളം പ്ലേയേഴ്സ് ഒരു ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ വരെയും അവരുടെ കുടുംബം എല്ലാവരും അതിൽ അറ്റാച്ച്ഡ് ആവുകയും അവർ ലൈവായിട്ട് TV കാണുകയും അപ്പോൾ അവരെല്ലാവരുടെയും ഒരു ഡ്രീമായി മാറിക്കൊണ്ടിരിക്കുകയാണ് KCL. അപ്പോൾ അതിൽ വലിയ സന്തോഷമാണ്. KCL കഴിഞ്ഞതിന് ശേഷം സഞ്ജുവിനോട് ടീമിലെ താരങ്ങളൊക്കെ ചോദിക്കാറുണ്ട് എങ്ങനെയുണ്ട് ആ പ്ലെയർ കൊള്ളാമല്ലോ എന്നൊക്കെ സാധാരണ നിങ്ങൾ സംസാരത്തിനിടയിൽ വരുമല്ലോ. അതെ, ഉറപ്പായിട്ടും കുറേ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്ഥലം തന്നെയാണ് കേരള ക്രിക്കറ്റ്. അപ്പോൾ അവിടുത്തെ ക്രിക്കറ്റേഴ്സിനുള്ള ടാലൻറ്റും പൊട്ടൻഷ്യലും ഭയങ്കര ഹൈ ആണ്. അപ്പോൾ എല്ലാവരും എപ്പോഴും ചോദിക്കാറുണ്ട് നാട്ടിലെ പ്ലേയേഴ്സ് എങ്ങനെയാണ്. കഴിഞ്ഞ തവണ കൊച്ചിക്ക് വേണ്ടി കളിച്ചു, ചേട്ടൻ ക്യാപ്റ്റൻ ആയിരുന്നു. അപ്പോൾ ഇത്തവണ കൊച്ചിക്ക് വേണ്ടി മാത്രം നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്നാൽ പോലും മനസ്സാരുടെ ഒപ്പം ആയിരിക്കും. അല്ല, കഴിഞ്ഞ വർഷം നമ്മൾ നിന്ന് കപ്പ് അടിച്ചു കഴിഞ്ഞല്ലോ. അത് കഴിഞ്ഞ വർഷം കഴിഞ്ഞു പോയി. അപ്പോൾ ഇനി പുതിയ വർഷമാണ്. അപ്പോൾ പുതിയ റോളാണ്. ഐക്കണായിട്ടാണ് KCLനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല എല്ലാവർക്കും ഒരു ഈക്വലായിട്ടുള്ളൊരു സപ്പോർട്ട് കൊടുക്കാനാണ് തീരുമാനം. ഗ്രൗണ്ടിൽ വരും, മത്സരം കാണാനും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ പരിപാടികളും ഉണ്ടാവും. ട്രിവാൻഡ്രത്ത് ഉണ്ടാവും ഓണം സമയമാകുമ്പോൾ. അപ്പോൾ ഉറപ്പായിട്ടും പറ്റുന്ന മാച്ചസ് എല്ലാം കാണാൻ പറ്റും. കൂടുതൽ ടീമുകളും കൂടുതൽ മൈതാനങ്ങളൊക്കെ ഭാവിയിൽ വരുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതൊരു വലിയ വിജയത്തിലേക്ക് KCL പോകുമ്പോൾ അതിൻ്റെ ഒരു പാർട്ടാകുമ്പോൾ വലിയ സന്തോഷം കൂടിയാണ് നമുക്ക്. ഉറപ്പായിട്ടും. താങ്ക് യു. അപ്പം നമുക്ക് അടുത്ത KCLന് വീണ്ടും ഇതുപോലെ ഞങ്ങൾ യാത്രകളൊക്കെ ആയിട്ട് വരും. താങ്ക്സ് അലോട്ട്. സഞ്ജു സാംസൺ ആണ്. കണ്ണൻ നെല്ലൂരിനൊപ്പം മഹേഷ് പോലും.